ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിച്ചു. റാപ്പിഡോ, കേരള സവാരി തുടങ്ങിയ ആപ്പിന് കീഴിലുള്ള സർവീസുകൾ തുടരും. ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. അതേസമയം ഊബർ ഡ്രൈവർമാർ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. നവമി ദിനേശ് നമുക്കൊപ്പമുണ്ട്. നവമി, ഈ റാപ്പിഡോ, കേരള സവാരി എന്ന ആപ്പുകളെക്കാൾ വലിയ സ്വീകാര്യതയും കൂടുതൽ ആളുകളും ഉള്ളതാണല്ലോ ഊബർ. അപ്പോൾ ഊബറിൻ്റെ സമരം തുടരുമെന്നർത്ഥം ഊബർ ഓൺലൈൻ സമരം ഒരർത്ഥത്തിലും അത് പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ? അതെ, നിലവിൽ യൂബർ ഈ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാതെ അവർ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് യൂബർ പറയുന്നത്. അതേസമയം റാപ്പിഡോയും കേരള സവാരിയും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവർക്ക് തീരുമാനങ്ങളെല്ലാം തന്നെ ഡ്രൈവർമാർ അംഗീകരിച്ചതോടുകൂടിയാണ് അവർ ആ സമരത്തിൽ നിന്നും പിന്മാറാനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും യൂബർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരാഴ്ചത്തെ സമയമാണ് യൂബർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം തങ്ങളുടെ ആവശ്യങ്ങൾ, യൂബർകാർ ആവശ്യപ്പെടുന്ന രീതികൾ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, ഇത് അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് യൂബർ ഡ്രൈവർമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ യൂബറുകളെ ആശ്രയിച്ച് നഗരത്തിൽ ജീവിക്കുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ഈ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ നിന്നാണോ യൂബർ നമുക്ക് പോകാനുള്ളത്, ഇതെല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ സാധ്യമാക്കുന്ന ഒരു സംവിധാനമാണ് യൂബർ. പക്ഷേ അവരിങ്ങനെ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയപ്പോൾ അതിൽ ബുദ്ധിമുട്ടിയ നിരവധി യാത്രക്കാരുണ്ട്. എന്നാലും അവർക്ക് ചെറിയൊരു ആശ്വാസമായി റാപ്പിഡോയും കേരള സവാരിയും ഉണ്ടെങ്കിൽ പോലും യൂബറിനെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തുടരുക തന്നെയാണ്. പക്ഷേ യൂബർ ഡ്രൈവർമാർ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നാണ്. എന്തായാലും അവർ വീണ്ടും ഒരു ചർച്ചയിലേക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകും. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത് പോലെയുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ സമരം പിൻവലിച്ച് വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സജിത്ത്, അതാണ് ഊബർ സമരത്തിൽ ഒരു ഭാഗികമായ പരിഹാരം ഉണ്ടാവുന്നുണ്ട്. ചില 2 ആപ്പുകൾ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ താൽക്കാലിക പരിഹാരം ഉണ്ടാവുന്നു. എന്നാലും പ്രധാനപ്പെട്ട കൂടുതൽ ഉപഭോക്താക്കളുള്ള ആപ്പുകൾ ഇപ്പോഴും പണിമുടക്കി തന്നെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.